Razer Viper V3 Pro, the best gaming mouse for competitive games. This is a review from a gamer's perspective. ഞാൻ ഈ ഒരു മൗസിന്റെ അവരുടെ ബ്രാൻഡിൽ നിന്നുള്ള ഒരു ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും അല്ല ഇവിടെ പറയുന്നത്. How I personally feel how good this mouse is. So let's move into it. പറഞ്ഞു വരുന്നില്ല ഗൈസ്. ഇതൊക്കെ ഇളകി വരുന്നു. അയ്യോ. This is the mouse. വളരെ സിമ്പിൾ, കോമ്പാക്ട്, നല്ല രസമുണ്ട്. സോ ഈ ഒരു മൗസ് കോമ്പാക്റ്റ് ആണ്. RGBs കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു മൗസിന്റെ ഒരു ഭാഗത്തും RGB ലൈറ്റിങ്സ് ഇല്ല. ഈ മൗസിന്റെ ഡിസൈൻ കുറച്ച് ലോ പ്രൊഫൈലാണ്. ക്ലോ ഗ്രിപ്പ് ചെയ്യുന്ന യൂസേഴ്സിനായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പാം ഗ്രിപ്പ് ചെയ്യാനും നോ ഇഷ്യൂസ്, ബട്ട് ഫിംഗേഴ്സിന് കുറച്ച് നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ മൗസിന് വെളിയിലേക്ക് ടിപ്പ് എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. pretty good. 10 സെക്കൻഡ് ഈ മൗസ് നമുക്ക് യൂസ് ചെയ്യും. ഇതിൽ 6 ബട്ടൺസ് ആണ് വരുന്നത്. റൈറ്റ് റോൾ വീല് എന്നൊരു ബട്ടൺ ഉണ്ട്, പിന്നെ സൈഡിൽ 2 എണ്ണം വരുന്നുണ്ട്. ഇതിന്റെ പവർ ആൻഡ് DPI ബട്ടൺസ് വരുന്ന അടിയിലാണ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ സെൻസർ, ദിസ് തിങ് ഈസ് അമേസിംഗ്. റേസറിന്റെ പുതിയൊരു സെൻസറാണ് വരുന്നത്. 35K സെൻസർ എന്നാണ് ഇതിന് പറയുന്നത്. 35,000 DPI വരെ നമ്മളുടെ ഈ മൗസ് പോവും. ഹൈ പ്രിസിഷനിൽ നമുക്ക് ഗെയിംസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പ്രിസൈസ് ആയിട്ട്, അക്യുറേറ്റ് ആയിട്ട് നമ്മുടെ പോയിന്റേഴ്സ് എയിം വിൽ ബി വെരി പ്രിസൈസ്. ഞാനിത് യൂസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, I am flattered with this mouse. Actually ഞാനാണെങ്കിൽ എനിക്ക് വേണ്ടി പേഴ്സണലി ഞാൻ ഒരു മൗസ് പർച്ചേസ് വരെ ചെയ്തു. This white one. This is my personal mouse. I have been playing with this mouse since the last 2-3 weeks. ഞാൻ ആദ്യം എൻ്റെ ഗെയിമർ പെർസ്പെക്റ്റീവിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന പെരിഫറൽസ് ആക്ച്വലി നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഏതൊരു പെരിഫറൽ കിട്ടിയാലും നമുക്ക് കളിക്കാൻ പറ്റുമെന്നല്ല. ബട്ട് നോപ്പ്, ഈ ഒരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി മൊത്തത്തിൽ തന്നെ മാറി. ഈ ഒരു മൗസ് തരുന്ന പ്രിസിഷൻ, ദിസ് മൗസ് ഹാസ് എ പോളിംഗ് റേറ്റ് ഓഫ് 8000 Hz. ഇറ്റ് ഡ്രിങ്ക്സ് എ ബിറ്റ് ഓഫ് ദ ബാറ്ററി, ബട്ട് ദ പെർഫോമൻസ് ദാറ്റ് ഇറ്റ് ഗീവ്സ്. ഒരു ഹയർ റിഫ്രഷ് റേറ്റ് ഉള്ള മോണിറ്ററിൽ നമ്മൾ ഈ ഒരു മൗസ് വെച്ച് കളിക്കുമ്പോൾ ആ ഒരു പ്രിസിഷൻ ഓഫ് എയിം. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗ്ലോറിയസിൻ്റെ മോഡൽ O എന്ന് പറയുന്ന ഒരു വയർലെസ് മൗസ് ആയിരുന്നു. അതിൽ നിന്നും ഇതിലേക്ക് ഞാൻ സ്വാപ്പ് ചെയ്തപ്പം ആ ഒരു സെൻസറിൻ്റെ ഡിഫറൻസ് എനിക്ക് ഇറ്റ്സ് വേ ബെറ്റർ. സോ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ബ്ലാക്ക് വേരിയന്റും വരുന്നുണ്ട്, വൈറ്റ് വേരിയന്റും വരുന്നുണ്ട്. സൈഡിൽ ഗ്രിപ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. എനിക്ക് കുറച്ചുകൂടെ സൈഡ് ഗ്രിപ്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ വേണമെന്ന് തോന്നി. ഇറ്റ്സ് യുവർ പേഴ്സണൽ പ്രിഫറൻസ്. ഇഫ് യു വാണ്ട് ടു ഹാവ് ദ സൈഡ് ഗ്രിപ്പ്, റേസർ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിറ്റി മച്ച് ഗ്രിപ്പിയർ. ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഞാൻ ഇതിനെപ്പറ്റി പറയാൻ വിട്ടുപോയത്, ഈ മൗസിന്റെ വെയിറ്റ് ആണ്. ദിസ് വെയ്സ് അറൌണ്ട് 53 grams ആൻഡ് 53 grams ഉള്ളി. അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മൗസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ പെർഫെക്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെവിയർ മൗസ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാനെ കൊണ്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ റേസറിന്റെ തന്നെ വേറെ മോഡൽസ് അവൈലബിൾ ആണ്. ആഡ് ഓൺസ് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 gram 1.5 grams എന്തെങ്കിലും എക്സ്ട്രാ വന്നെങ്കിലേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് നോട്ട് നോട്ടീസബിൾ. വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസിംഗ് ആണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 13,000 to 14,000 rupees ആണ്. ആൻഡ് in my personal opinion, it's